ഭാരതത്തിനെതിരെ പ്രകോപനവുമായി പാകിസ്ഥാൻ ഭീകരസംഘടന ജെയ്ഷെ മുഹമ്മദ്. ഭാരതത്തെ ആക്രമിക്കാൻ ആയിരക്കണക്കിന് ചാവേറുകൾ തയ്യാറാണെന്ന് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ഓഡിയോ സന്ദേശം. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കളും അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു. कभी क्या तरीका अख्तियार करते हैं, रब से मुलाकात का इनको इतना शौक है, ये एक नहीं है, ये दो नहीं है, ये 100 नहीं है, ये 300 नहीं है, ये 1000 नहीं है, तादाद बता दूं तो कल दुनिया के मीडिया पर शोर मच जाएगा। ये चलेंगे इंशाअल्लाह, ये जाएंगे इंशाअल्लाह। ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മൗലാന മസൂദ് അസർ ഭാരതത്തെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. ഏതു നിമിഷവും അക്രമം നടത്താൻ തയ്യാറായി ആയിരക്കണക്കിന് ചാവേർ ബോംബർമാർ സംഘടനയിലുണ്ടെന്നാണ് അവകാശവാദം. പ്രതിഫലം ആഗ്രഹിച്ചല്ല ചാവേറുകൾ പ്രവർത്തിക്കുന്നതെന്നും ചാവേറുകളുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്തിയാൽ ലോകമാധ്യമങ്ങളിൽ അത് വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുമെന്നും പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഭാരതത്തിലേക്ക് കടന്നുകയറി ചാവേറാവുക എന്ന ലക്ഷ്യത്തോടെ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് ചാവേറുകൾ ഉണ്ടെന്നാണ് മസൂദ് അസർ പറയുന്നത്. ശബ്ദം മസൂദ് അസറിന്റേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും എപ്പോൾ റെക്കോർഡ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ടില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ അടുത്ത ബന്ധുക്കളും അനുയായികളും ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാരും കൊല്ലപ്പെട്ടിരുന്നു. പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകളും ചാരൽ സംഘടനയായ ISIയും ചേർന്നുകൊണ്ട് ഭാരതത്തിനകത്ത് പുൽവാമ മോഡലിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലകളിലും ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും ഇതിനോടകം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റമുണ്ടായാൽ പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കുന്ന മറുപടിയാകും ഇനി നൽകുക എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനിക മേധാവിമാരും വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.